വെൽക്കം ടു ഫോർ എഡ്യൂക്കേഷൻ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് UGC NTA നടത്തുന്ന നെറ്റ് എക്സാമിൽ അറബിക്കിൻ്റെ സിലബസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇതൊരു മത്സര പരീക്ഷയെയും സംബന്ധിച്ചും സിലബസിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരിക്കുക, ആ സിലബസ് ബേസ് ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നെറ്റ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ നമുക്കറിയാം. പേപ്പർ 1, പേപ്പർ 2 ഇങ്ങനെ 2 പേപ്പറുകളിലായിട്ട് ഒറ്റ എക്സാമാണ് നടക്കുന്നത്. പേപ്പർ 1 എന്ന് പറയുന്ന ജനറൽ പേപ്പറിൽ എല്ലാവർക്കും ഒരേ സിലബസ് ആയിരിക്കും പഠിക്കാനുണ്ടാവുക. അതിൽ നിന്ന് 50 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ പേപ്പർ 2 എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും. അതിൽ നിന്ന് 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇങ്ങനെ 150 ക്വസ്റ്റ്യൻ്റെ ഒറ്റ പരീക്ഷയാണ് നമ്മൾ നെറ്റ് എക്സാം മുന്നേ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇതിൽ അറബിക്കിൻ്റെ സിലബസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതുവെ സബ്ജക്റ്റുകളിൽ 10 യൂണിറ്റുകളാണ് ഉണ്ടാവാറുള്ളത്. അറബിക്കിൽ യൂണിറ്റ് 1, യൂണിറ്റ് 2 ഇങ്ങനെ 10 യൂണിറ്റുകളാണ് നമുക്ക് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് കടന്നു പോവേണ്ടത്. അതിൽ അറബിക് തരി ലിറ്ററേച്ചർ ആയതുകൊണ്ട് തന്നെ സാഹിത്യവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിവിധ ഫന്നുകൾ അല്ലെങ്കിൽ ജനറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. കവിതയെക്കുറിച്ചുണ്ട്, കഥകളെക്കുറിച്ചുണ്ട്, നോവലുകളെക്കുറിച്ചുണ്ട്, ഡ്രാമകളെക്കുറിച്ചുണ്ട്. ഇങ്ങനെ സാഹിത്യത്തിൻ്റെ തന്നെ വിവിധ കാലഘട്ടങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്, വിവിധ ട്രെൻഡുകളെക്കുറിച്ച് പഠിക്കാനുണ്ട്. വിവിധ യൂണിറ്റുകളിലായിട്ട് ആകത്തുക ഈ ഒരു കാര്യമാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. യൂണിറ്റ് 1 നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. യൂണിറ്റ് 1 എന്ന് പറയുന്നത് പൊയട്രിയാണ്. ജാഹിലി കാലഘട്ടം മുതൽ അബ്ബാസി കാലഘട്ടം വരെയുള്ള കവിതകളെയാണ് നമുക്ക് യൂണിറ്റ് 1 പഠിക്കാനുള്ളത്. അതിൻ്റെ ആമുഖം എന്ന രീതിയിൽ അസ്ലുൽ ലുഗ അൽ അറബിയ എന്ന് പറയുന്ന വളരെ ലളിതമായിട്ടുള്ളൊരു പാർട്ട് കൂടിയുണ്ട്. ബേസിക്കലി കവിതകൾ അറബി ഭാഷയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മുഅല്ലഖ് പോലെയുള്ള കവിതകളിലൂടെയാണ് ഒരർത്ഥത്തിൽ അറബിക് ഭാഷയുടെ വളരെ വിപുലമായിട്ടുള്ള വികാസം സാധ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കവിതയുടെയൊക്കെ ആമുഖമായിട്ട് നമുക്ക് ഭാഷയുടെ ബേസ് എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതിലാണ് അയ്യാമുൽ അറബ് എന്ന് പറയുന്ന ഗോത്ര സംബന്ധമായിട്ടുള്ള യുദ്ധങ്ങൾ, തർക്കങ്ങൾ, സൂക്കുകൾ, ഇതൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയ ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. പിന്നീട് മുഅല്ലഖിൽ നമുക്ക് ഇംറുൽ ഖൈസ്, സുഹൈർ, അന്തറ, അംർ ബിൻ കുൽസും ഇങ്ങനെ 4 പേരെയാണ് പഠിക്കാനുള്ളത്. അതിനുശേഷം ജാഹിലി കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിട്ടുള്ള നമ്മൾ സ്വാലിഖ് എന്ന പേരിൽ കള്ളൻ അല്ലെങ്കിൽ ദരിദ്രരായിട്ട് അങ്ങനെ നാടോടികളെ പോലെയൊക്കെ നടക്കുന്ന കവികളായിട്ടുള്ള 3 പേരെ, തബത്ത്, ഉർവ, ശംഫരി, ഇങ്ങനെ 3 പേരെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നീട് ഇസ്ലാമിക കാലഘട്ടത്തിലും ജാഹിലി കാലഘട്ടത്തിലും ജീവിച്ചിട്ടുള്ള ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, കഅബ് ഇബ്നു സുഹൈർ, ഖൻസ, ഹുതൈ ഇങ്ങനെയുള്ള ആളുകളെയാണ് നമുക്ക് മുഹദ്റമൂൻ എന്ന് പറയുന്ന ഇസ്ലാമിക കാലഘട്ടത്തിലും ജാഹിലി കാലഘട്ടത്തിലും വരുന്ന കവികളെ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നീട് അമവികൾ, അബ്ബാസികൾ. അമവികളിൽ നിന്ന് ഉമർ ബിൻ അബി റബീഅ, ജമീൽ, അഖ്തൽ, ഫറസ്ദഖ്, ജരീർ 5 പേരെ പഠിക്കാനുണ്ട്. അബ്ബാസി കാലഘട്ടത്തിലെ കവികളിൽ 7 പേരുണ്ട്. ബഷാറുണ്ട്, അബൂ നവാസ് ഉണ്ട്, അബൂ തമാമ, മുത്തനബി, ബുഹ്തരി, ഇബ്നു റൂമി, അബുൽ അലാൽ മാരി. ഈ യൂണിറ്റ് 1 സംഗ്രഹിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഅല്ലഖ, അബ്ബാസി, അമവി ഈ 3 പാർട്ടുകളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതും. ഉമ്മഹാത്തുൽ കുത്തുബിലൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഇവരെ കുറിച്ചുള്ള പരാമർശങ്ങൾ വരുന്നുണ്ട്. പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരുന്നൊരു യൂണിറ്റാണ് യൂണിറ്റ് 1. കുറേ കൂടി ഡീപ്പ് ലെവലിൽ തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ യൂണിറ്റ് നന്നായിട്ട് പഠിക്കണം. അതിൽ തന്നെയും മുഅല്ലഖ, അമവി, അബ്ബാസി എന്ന ഭാഗങ്ങൾക്ക് കൂടുതലായിട്ട് ഫോക്കസ് നൽകുകയും വേണം. രണ്ടാമത്തെ യൂണിറ്റ് പ്രോസുമായി ബന്ധപ്പെട്ടതാണ്. ജാഹിലി കാലഘട്ടം മുതലുള്ള അബ്ബാസി കാലഘട്ടം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന പ്രോസാണ് പ്രധാന എഴുത്തിൽ വരുന്നത്. അതിൽ ജാഹിലി കാലഘട്ടത്തിൽ ഖിതാബയുമായി ബന്ധപ്പെട്ട് ഖുസ്, അഖ്സം എന്നീ 2 പേരെ നമുക്ക് പഠിക്കാനുണ്ട്. അതിനുശേഷം വരുന്നതാണ് ഖുർആനും ഹദീസും. ഖുർആനും ഹദീസുമായി ബന്ധപ്പെട്ട് ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ഇന്ന ഭാഗം എന്ന് അവിടെ മെൻഷൻ ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നീട് ഇസ്ലാമി കാലഘട്ടത്തിൽ ഖുതബ, അലി റളിയല്ലാഹു അൻഹു, സിയാദ്, ഹജ്ജാജ്, അതേപോലെ താരിഖ് ഇബ്നു സിയാദ് എന്നിവരെയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. പിന്നീട് വരുന്നത് റസായിലാണ്. യൂണിറ്റ് 2 ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് റസായിലാണ്. അബ്ദുൽ ഹമീദ്, ജാഹിദ്, ഖാലി ഫാദിൽ, ഇബ്നു ഹമീദ്, സാഹിബിനു ഉബാദ് ഇങ്ങനത്തുള്ള വളരെ പ്രധാനപ്പെട്ട, ഖാലി ഫാദിലൊക്കെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ആളുകൾ വരുന്ന പാർട്ടാണ് റസായിൽ. റസായിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് കഴിഞ്ഞാൽ ഖിതാബ ഇസ്ലാമിയാണ് നമ്മൾ യൂണിറ്റ് 2 ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. പിന്നീട് മഖാമാത്തിൽ ബദിയുസ്സമാനും ഹരീരിയും വരുന്നു. ശേഷം ഖിസസ്, ഹിക്കായത്തിൽ അൽഫുലൈലയും കലീല വദിംനയും. ഈ കലീല വദിംനയിൽ ഇബ്നുൽ മുഖഫൈൻ്റെ കൂടി ഹിസ്റ്ററി പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. തൊട്ട് മുമ്പുള്ള പരീക്ഷകളിലൊക്കെ അദ്ദേഹത്തെ കുറിച്ച് കൂടിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. യൂണിറ്റ് 2 ആപേക്ഷികമായിട്ട് വളരെ പ്രാധാന്യം കുറഞ്ഞൊരു യൂണിറ്റാണെന്ന് പറയാം. എങ്കിലും ഈ രീതിയിലൊക്കെ ചിലപ്പോൾ ചില ട്രിക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വളരെ ഡീപ്പായിട്ട് പഠിക്കണമെന്നില്ലെങ്കിലും ഈ റസായിലും ഖിതാബ ഇസ്ലാമിയെയും നമ്മൾ ഈ യൂണിറ്റിൽ നിന്ന് കുറേ കൂടി പ്രാധാന്യത്തോടെ പഠിക്കേണ്ടതുണ്ട്.
യൂണിറ്റ് 3 മഹജറും ഉന്ദുലുസും വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് കാലഘട്ടങ്ങളിലുള്ള സാഹിത്യങ്ങൾ. മഹജർ ആധുനിക സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണ്, ഉന്ദുലുസ് എന്ന് പറയുന്നത് കുറേ കൂടി ക്ലാസിക്കലാണ്. ഈ രണ്ട് പീരീഡുകൾ അറബ് സാഹിത്യത്തിൽ കുറേ കൂടി പലായനം എന്ന ബേസിൽ മറ്റ് നാടുകളിൽ വികസിച്ചിട്ടുള്ള ഒരു സാഹിത്യം എന്ന അർത്ഥത്തിൽ ഒരു ബന്ധം രണ്ട് സാഹിത്യത്തിനും ഇടയിലുണ്ട്. അതുകൊണ്ടാണ് യൂണിറ്റ് 3 ഇത് രണ്ടും കടന്നു വരുന്നത്. മഹജർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉന്ദുലുസും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ചില പരീക്ഷയ്ക്ക് മഹജറിൽ നിന്നായിരിക്കും ചോദ്യം, ചില പരീക്ഷയ്ക്ക് ഉന്ദുലുസിൽ നിന്നായിരിക്കും. അപ്പോൾ ഏത് പാർട്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് അങ്ങനെ വേർതിരിച്ച് പറയാനാവില്ല. ചില പരീക്ഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ രണ്ടും ഒരേപോലെ തന്നെ പഠിച്ചു വെക്കേണ്ട ഒരു പാർട്ടാണ്. ജിബ്രാനി, ഇലിയ ബുമാദി, നസീബ് ബരിയല്ല, റഷീദ് അയ്യൂബ്, മിഖായിൽ നൈമ, റഷീദ് സലീം ഖൂരി, ഇല്ലാസ് ഫർഹാത്ത് ഇങ്ങനെയുള്ള ആളുകളാണ് മഹജറിൽ വരുന്നത്. എന്നാൽ ഉന്ദുലുസ് എന്ന് പറയുന്ന അറബിക് സാഹിത്യം മറ്റൊരു നാട്ടിൽ വികസിച്ചതുകൊണ്ട് തന്നെ പ്രാദേശികതയെ കുറേ കൂടി സ്വാംശീകരിക്കൽ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സജില്, ഷെയ്റുത്തബിയ, അതേപോലെ മുവഷഹത്ത്, ഇത്തരം കവിതാ ഫന്നുകളെ അതിൽ നമുക്ക് പഠിക്കാനുണ്ട്. മുവഷഹയാണ് ആപേക്ഷികമായ പ്രാധാന്യമുള്ളത്, ബാക്കിയുള്ളത് അത്ര തന്നെ ചോദ്യങ്ങൾ വരാറില്ല. പിന്നീട് കവികളാണ്. അതിൽ ഇബ്നു ദർറാജ് ഉണ്ട്, ഇബ്നു ഹാനിയുണ്ട്, അതേപോലെ ഇബ്നു സെയ്ദൂന്, വല്ലാദ, ഹഫ്സ, ഹംദൂന ഇങ്ങനെയുള്ള ഒരു 6 പേരെ നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. ഇതിൽ ഇബ്നു സെയ്ദൂന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇബ്നു ഹാനിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നീട് അതിൽ വരുന്നത് നമുക്ക് പ്രോസിൽ 4 പേരാണ്. ഇബ്നു ഹസ്മി വരുന്നുണ്ട്, ഇബ്നു ഷഹീദ്, ഇബ്നു തുഫൈലി, ഇബ്നു അബ്ദ് റബ്ബ്. ഈ 4 പേരെയാണ് നമുക്ക് അതിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ യൂണിറ്റ് 3 മഹജറൽ ബുക്സ് പോലെയുള്ള കാര്യങ്ങൾക്ക് കുറേ കൂടി പ്രാധാന്യമുണ്ട്. ഉന്ദുലുസിൽ അത്തരം രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് പ്രാധാന്യം, അവരുടെ ഇസ്മ്, അവരുടെ ലഖബ്, അവരുടെ കുനിയത്ത്, അവരുടെ കാലം, അവരുടെ ജീവിത വർഷങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉന്ദുലുസിൽ നിന്ന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. യൂണിറ്റ് 4 ഒരു നിരൂപണ സാഹിത്യവുമായി ബന്ധപ്പെട്ട, നഖദുമായി ബന്ധപ്പെട്ട, ക്രിറ്റിസവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. അതിൽ ജാഹിലി കാലഘട്ടം മുതൽ മോഡേൺ കാലഘട്ടം വരെയുള്ള നാഖിദീങ്ങൾ നമുക്കതിൽ പഠിക്കാനുണ്ട്. ജാഹിലി കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യപ്പെട്ടിട്ടില്ല ആരെയെന്ന്, പക്ഷേ കവിതയുടെ വികാസമൊക്കെ സംഭവിച്ചൊരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ സൂഖുക്കാലൊക്കെ കേന്ദ്രീകരിച്ച് നാബിയയുടെ നേതൃത്വത്തിലൊക്കെയായിരുന്നു നഖദ് നടന്നിരുന്നത്. അതുകൊണ്ട് നാബിയയെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടായിരിക്കണം. നഖദ് ഇസ്ലാമിയിലും കൃത്യമായിട്ട് ആളുകളൊന്നും അങ്ങനെ മെൻഷൻ ചെയ്യപ്പെട്ടിട്ടില്ല. ഇബ്നുൽ മുർത്തസ് അങ്ങനെ ആ രീതിയിലൊക്കെയുള്ള ആളുകളെ നമ്മൾ പഠിച്ചു വെക്കണം. അതേപോലെ ഉമർ അള്ളാഹുവിന് സുഹൈറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ രീതിയിലൊക്കെയുള്ള പാർട്ടുകൾ ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. എന്നാൽ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം മോഡേൺ നഖദാണ്. അതേപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് അബ്ബാസി കാലഘട്ടത്തിലെ നഖദും വരുന്നുണ്ട്. അബ്ബാസി കാലഘട്ടത്തിൽ ഇബ്നു സലാം ജുമി, ഇബ്നു ഖുതൈബ, ഖുദാമ, ഇബ്നു റഷീഖ്, അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി ഇങ്ങനെയുള്ള ആളുകളെയാണ് നമുക്ക് ഈ പാർട്ടിൽ പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ മോഡേണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്. ത്വാഹ ഹുസൈൻ വരുന്നുണ്ട്, ഉസൈം അർസഫി വരുന്നുണ്ട്, അക്കാദ് വരുന്നുണ്ട്, മന്ദൂർ വരുന്നുണ്ട്, അഹമ്മദ് ഷായിബ് വരുന്നുണ്ട്, സലാമസ്ദി വരുന്നുണ്ട്. ഇങ്ങനെ 9 ആളുകളോളം നമുക്ക് ഷൗഖി ലൈഫ്, മിഖായിൽ നൈമയൊക്കെ വരുന്ന ഒരു പാർട്ടാണ് ഈ പറയുന്ന മോഡേൺ നാഖിദീങ്ങളുടെ പാർട്ട്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ യൂണിറ്റ് 4 നിന്ന് വരുന്നത് ഇവിടെയാണ്, ഈ ഭാഗത്തു നിന്നാണ്. അബ്ബാസി ആയാലും മോഡേൺ ആയാലും പുസ്തകങ്ങൾ ചോദിക്കാറുണ്ട്, അവരുടെ ബർത്ത് ഡെത്ത് ഡേറ്റ് ചോദിക്കാറുണ്ട്. ഈ രീതിയിലൊക്കെ അവരുടെ പുസ്തകത്തിന് ക്രൊണോളജിക്കൽ ഓർഡർ ഇതൊക്കെ ചോദിക്കാവുന്ന ബുക്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതേപോലെ നാഖിദീങ്ങളായതുകൊണ്ട് തന്നെ അവരുടെ ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു യൂണിറ്റാണ് യൂണിറ്റ് 4 എന്ന് പറയുന്നത്. യൂണിറ്റ് 5 തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അപ്ലിക്കേഷൻ ലെവലിലൊരു യൂണിറ്റാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കേവലം തിയററ്റിക്കലി കാര്യങ്ങൾ പഠിച്ചു പോയതുകൊണ്ട് ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല. കാരണം അതിൽ ഇൽമുൽ ബലാഗയും അതേപോലെ റിട്ടറിക്സും പ്രോസഡിയുമാണ് യൂണിറ്റ് 5, ഇൽമുൽ അറളും ഇൽമുൽ ബലാഗയും. അപ്പോൾ ഇൽമുൽ ബലാഗയിൽ നമ്മൾ എന്താണ് തശ്ബീഹ്, എന്താണ് ബദീഅ ഇങ്ങനെ നിർവചനങ്ങൾ പഠിച്ചു പോയത് കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നിർവചനങ്ങൾക്കപ്പുറം നിർവചനത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവുന്നതോടൊപ്പം ഒരു എക്സാമ്പിൾ കണ്ടാൽ അതിൽ നിന്ന് ഇത് ഇന്നതാണ്, ഈ കവിതയിലുള്ള തശ്ബീഹ് ഇതാണ്, ഈ കവിതയിൽ ഇസ്തിയാറത്ത് ഇതാണ്, ഈ രീതിയിൽ അപ്ലിക്കേഷൻ ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കേവലം തിയററ്റിക്കലായിട്ട് നമ്മൾ നന്നായി വായിച്ച് പഠിച്ചു, നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, പക്ഷേ നമുക്ക് പരീക്ഷയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഓരോ യൂണിറ്റിൻ്റെയും ഒരു ഫ്രെയിം എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, എക്സാമിൽ അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻസിന് അതിൽ നിന്ന് വരാറുള്ളത് എന്നൊരു കൃത്യമായിട്ടുള്ള ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുമ്പോഴേ നമുക്ക് എക്സാമിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിൽ യൂണിറ്റ് 5 നമ്മൾ നന്നായിട്ട് കവിതകളിലൂടെയും മറ്റൊക്കെ കടന്നു പോകണം. അപ്പോൾ എങ്ങനെ ഇത് പഠിക്കുമെന്ന് ചോദിച്ചാൽ, ഇൽമുൽ ബലാഗയിൽ ആദ്യം ബലാഗ, ഫസാദ്, അതിൻ്റെയൊക്കെ ചെറിയ രീതിയിലുള്ള നിർവചനങ്ങൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറില്ല. എന്നാലും ഈ പറയുന്ന 1-2 തവണയൊക്കെ അതിൻ്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നീട് ഇൽമുൽ മആനിയിൽ ഖബർ, ഇൻഷാ അതിൻ്റെ കിസ്മുകളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്, പിന്നീട് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. പിന്നീട് വരുന്നത് ഇൽമുൽ ബയാനാണ്. യൂണിറ്റ് 5 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ഇൽമുൽ ബയാനാണ്. അതിൽ ബയാൻ, തശ്ബീഹ് വരുന്നുണ്ട്, ഇസ്തിയാറ വരുന്നുണ്ട്, മജാസ്, ജനറലി മജാസിനകത്ത് തന്നെയുള്ള ഇസ്തിയാറയും വരുന്നത്, പക്ഷേ കുറേ കൂടി റെലവൻ്റ് ആയതുകൊണ്ട് ഇസ്തിയാറ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ കിനായയും വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാർട്ട് എന്ന് പറയുന്നത് തശ്ബീഹാണ്. യൂണിറ്റ് 5 കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഭാഗവും തശ്ബീഹ് തന്നെയാണ്.
ഓക്കെ, പിന്നീട് വരുന്നത് ഇൽമുൽ ബദിയാണ്. ബലാഗയുടെ കീഴിൽ തന്നെ ഇൽമുൽ ബദി വരുന്നു. ഇൽമുൽ ബദീൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം, 2 മുഹസിനാത്താണ്. മുഹസിനാത്ത് ലഫ്ലിയ, മുഹസിനാത്ത് മഅനവിയ. അതിൽ തിബാഖ്, ജിനാസ്, റദ്ദ്, അജ്സ് ഈ രീതിയിലും അതേപോലെ മുഖാബല, തൗരിയത്ത് ഇങ്ങനെയൊക്കെയുള്ള മുഹസിനാത്തുകളാണ് ഈ പറയുന്ന പാർട്ടിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അതേപോലെ ഇൽമുൽ അറുദ് 16 ബഹറുകൾ ഉണ്ടെങ്കിലും 4 ബഹറുകളെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ബഹർ ബസീത്ത്, തവീൽ, ഖഫീഫ്, കാമിൽ, ഈ 4 ബഹറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കാഫിയെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളുണ്ട്. ഇൽമുൽ അറൂദ് എന്ന് പറയുന്ന ചെറിയ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് ബഹറുമായി ബന്ധപ്പെട്ട പഠനത്തിന് ഉപയുക്തമാകും. അതിൽ അറൂദ്, ലർബ് അത്തരം കാര്യങ്ങളൊക്കെയാണ്. ബൈത്ത് തന്നിട്ട് ഇത് ഏത് ബഹറിലാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിൻ്റെ സിഹാഫില്ലത്തുകളെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ ബലാഗ വാളിഹയിലെ തിയറികൾ പഠിക്കുക, അതിൽ എക്സാമ്പിളായിട്ട് കൊടുത്തുള്ള തംരീനാത്തിൻ്റെ അവിടേക്കുള്ള ബൈത്തുകൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കാൽ നമുക്ക് യൂണിറ്റ് 5 നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. യൂണിറ്റ് 6 കുറിച്ച് പറയുമ്പോൾ അത് കുറേ കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഫറൻസുകളാണ്. അതിൽ അഗാനി വരുന്നുണ്ട്, ജാഹിദിൻ്റെ ബയാനു വത്തബീൻ വരുന്നു, മുഖദ്ദിമ വരുന്നു, അഖദ് ഫരീദ് വരുന്നു, അതേപോലെ വഫയാത്ത് വരുന്നു, മുറുജ് ദഹബ് വരുന്നുണ്ട്, അതേപോലെ നമ്മുടെ മുജമുൽ ഉദബാവി വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേ കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലാസിക്കലായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെയാണ് നമുക്കതിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. 17 ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ 15 സാഹിത്യകാരന്മാരും 17 കൃതികളുമാണ്. അഥവാ അഹമ്മദ് അമീനിൻ്റെ ലുഹർ, ഫജർ, ലുഹ ഇങ്ങനെ 3 ഗ്രന്ഥങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ബാക്കിയുള്ള ആളുകളുടെതൊക്കെ ഓരോന്നാണ്. അപ്പോൾ ഇതിൽ കുറേ കൂടി അവരുടെ കാലക്രമങ്ങൾ ചോദിക്കാറുണ്ട്, ആ ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, അവർക്കുള്ള മറ്റ് ഗ്രന്ഥങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ കേവലം പുസ്തകങ്ങൾ മാത്രം പഠിക്കുക എന്നുള്ളതല്ല, ആ പുസ്തകത്തിൻ്റെ ഓതേഴ്സിനെ കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ കാലഘട്ടത്തെക്കുറിച്ച്, അവരുടെ മറ്റു പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ ചെറിയ ധാരണ ഉണ്ടാക്കി വെക്കുന്നത് നന്നായിരിക്കും. നേരത്തെ യൂണിറ്റ് 3 ഉദ്ദേശം ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ പേര്, ഇവരുടെ ഇസ്മ, ലഖബ്, കുനിയത്ത് അത്തരം കാര്യങ്ങളും ഒന്ന് ഓർമ്മ വെക്കുന്നത് നന്നായിരിക്കും. വളരെ ഡീപ്പ് ലെവലിൽ പോകുന്ന ഒരു പാർട്ടല്ല. അതോടൊപ്പം ഈ പുസ്തകങ്ങളുടെ മുഖദ്ദിമയെക്കുറിച്ചൊക്കെ, ആമുഖത്തിൽ എന്ത് പറഞ്ഞു എന്ന കാര്യങ്ങളും ചെറിയ രൂപത്തിൽ നോക്കി വെക്കുന്നത് ഉപകരിക്കും. ഇതിൽ തന്നെയും അഗാനി, ജാഹിദിൻ്റെ ബയാനു വത്തബീന്, കാമില്, മുഖദ്ദിമ, യഖദ് ഫരീദ് ഇങ്ങനെയുള്ള ചില ഗ്രന്ഥങ്ങളാണ് കുറേ കൂടി ചോദ്യങ്ങൾ ചോദിക്കപ്പെടാറുള്ളത്. ഓക്കെ, യൂണിറ്റ് 7 ആണ് ഏറ്റവും ഡെപ്ത് എന്ന് പറയാൻ. ഒരു പക്ഷേ യൂണിറ്റ് 1 കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ വളരെ വിശാലമായിട്ടുള്ളൊരു യൂണിറ്റ് 7 ആണ്. നമുക്ക് 39 പേരെ യൂണിറ്റ് 7 പഠിക്കാനുണ്ട്. പ്രധാനമായി 2 പാർട്ടാണ്. ഒന്ന് പോയട്രി, മറ്റൊന്ന് പ്രോസ്. ഈ പോയട്രിയിൽ നമുക്ക് 14 പേരെ പഠിക്കാനുണ്ട്. സാമി ബാറൂദി തുടങ്ങിയിട്ട് അഹമ്മദ് ഷൗക്കി ഉണ്ട്, ഹാഫിദ് ഇബ്രാഹിം ഉണ്ട്, ഖലീൽ മുത്രാൻ ഉണ്ട്, റുസാഫി ഉണ്ട്, ഫദവി തൗഖാൻ ഉണ്ട്, നാസിഖ് അൽ മലായിക, ബദർ ഷാക്കിർ സയ്യാബ്, അബുൽ ഖാസിം ഷാബി, മഹ്മൂദ് ദർവേഷി ഇങ്ങനെ തുടങ്ങിയിട്ട് 14 പേരെ നമുക്ക് യൂണിറ്റ് 7 പോയട്രിയിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ആദ്യ ഘട്ടത്തിൽ വരുന്ന, തുടക്കത്തിൽ വരുന്ന ബാറുദി, മത്രാന്, ഷൗക്കി പോലെയുള്ള, ഹാഫിദ് പോലെയുള്ള ഒരു 4-5 പേരാണ് കുറേ കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾ. മൊത്തം 14 പേര് നമുക്കതിൽ പഠിക്കാനുണ്ട്. പിന്നീട് വരുന്നത് പ്രോസ് തന്നെ 3 കാറ്റഗറി ആക്കി തരും. ഒന്ന് മക്കാല, മറ്റൊന്ന് ഖിസ്സ, മറ്റൊന്ന് റിവായ, മറ്റൊന്ന് മസർ. ഇങ്ങനെ 4 പാർട്ടായിട്ട് പ്രോസ് തരംതിരിച്ചിട്ടുണ്ട്. മക്കാലയിൽ 2 പേരുള്ളൂ. നമുക്ക് തഹ്താവിയും അതേപോലെ മുഹമ്മദ് അബ്ദ് 2 പേരാണ് പഠിക്കാനുള്ളത്. ആപേക്ഷികമായിട്ട് വളരെ ചോദ്യങ്ങൾ ചുരുക്കത്തിൽ മാത്രം വരുന്നൊരു പാർട്ടാണ് യൂണിറ്റ് 7 മക്കാല എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് 6-7 പേര് പഠിക്കാനുള്ള ഖിസ്സയാണ്. അതിൽ സക്കരിയ, താമിർ, യഹ്യ, ഹിഖി, യൂസുഫ് ഇദ്രീസ്, അതേപോലെ ഖുദ്ദൂസ്, പിന്നെ നമുക്ക് തൈമൂർ ഇങ്ങനെയുള്ള ആളുകളെയാണ് അതിൽ നമുക്ക് പഠിക്കാനുള്ളത്. യൂണിറ്റ് 7 ഖിസ്സയിൽ നമുക്ക് പഠിക്കാനുള്ളത്. റിവായയാണ് 12 പേരെ നമുക്ക് പഠിക്കാനുള്ളത്. ജുർജി സേദാന്, ഹൈക്കല്, നജീബ് മഹ്ഫൂദ്, നജീബ് കൈലാനി, ലൈല ഉസ്മാനി ഇങ്ങനെ തുടങ്ങിയിട്ട് വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വരുന്ന, അബ്ദുൽ കരീം ഇബ്രാഹിം കൗനി, അതേപോലെ മുനീഫ്, ഖാസി, ഖുസീബ് ഇവരൊക്കെ വരുന്നൊരു പാർട്ട് എന്ന് പറയുന്നത് റിവായയാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഷീറും റിവായയുമാണ് പരീക്ഷയ്ക്ക് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. കാരണം 14 പേരും 12 പേരും വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 39-ൽ 26 പേരും ഈ പറയുന്ന 2 പാർട്ടിലാണ് വരുന്നത്. പിന്നീട് ഏറ്റവും അവസാനം മാറൂൻ നുഖാഷ്, തൗഫീഖ്, അസീസുബാല, ബാക്കഥീർ, അദുനീസ്, ഈ പറയുന്ന സദുല്ല വനീസ് ഇങ്ങനെ 5 പേരാണ് നമുക്ക് മസ്രഹിയിൽ പഠിക്കാനുള്ളത്. അദുനീസൊക്കെ നമുക്ക് പോയട്രിയിൽ പഠിക്കാനുള്ള ആളാണ്. ഈ 5 പേരിൽ തൗഫീഖുൽ ഹക്കീമും മാറൂനും അസീസുബാല ഇവർ 3 പേരെ നമ്മൾ കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കണം. മാറൂൻ നുഖാഷ് മസ്രഹി തുടക്കക്കാരനാണ് എന്നുള്ളത് കൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ആളാണ്. തൗഫീഖുൽ ഹക്കീം എല്ലാ പരീക്ഷയ്ക്കും എന്ന പോലെ ചോദ്യങ്ങൾ വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ചോദിക്കുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, അതിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡർ ഇതെല്ലാം ചോദിക്കുന്ന ഗ്രന്ഥം തന്നിട്ട് ഇതാരുടേതാണെന്ന് അങ്ങനെയൊക്കെ രീതിയിൽ തൗഫീഖുൽ ഹക്കീമുമായി ബന്ധപ്പെട്ട് ഒരു പരീക്ഷയ്ക്ക് 2-3 ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് യൂണിറ്റ് 7 നിന്ന് ഇത്തവണ ഒരു 10 ക്വസ്റ്റ്യനൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്ന് തോന്നുന്നു.
ചില സമയങ്ങളിലൊക്കെ 15, 16 ചോദ്യങ്ങൾ വരാവുന്ന ഒരു പാർട്ടാണ്. കുറേ കൂടി ബുക്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്രൊണോളജിക്കൽ ഓർഡറിലേക്കൊക്കെ ഇപ്പോൾ ഈ അടുത്തായിട്ട് ചോദ്യങ്ങൾ മാറിയിട്ടുണ്ട്, പാറ്റേൺ ആ രീതിയിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ യൂണിറ്റ് 7 നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് യൂണിറ്റ് 8 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് കുറഞ്ഞിട്ടില്ല ആധുനിക സാഹിത്യത്തിലെ ട്രെൻഡുകളും മൂവ്മെൻറ്റുകളും. അതിൽ ട്രെൻഡ് എന്ന് പറയുന്ന ഭാഗത്ത് റൊമാൻറ്റിസം, നിയോ ക്ലാസിസം, അതേപോലെ ഷീറുൽ ഹുർ, റംസിയ, റിയലിസം, ഇങ്ങനെയുള്ള ഒരു 5 ട്രെൻഡുകൾ നമുക്ക് പഠിക്കാനുണ്ട്. മൂവ്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് ദീവാനുണ്ട്, അപ്പോളോ ഉണ്ട്, ഉസ്ബൗന്ദുൽസിയ, റാബിത്ത കലം, ഇങ്ങനെ 4 സ്കൂളുകൾ. എപ്പോഴും ചോദിക്കാറുള്ളത് ഈ 4 സ്കൂളുകളുടെ ക്രൊണോളജിക്കൽ ഓർഡറാണ്. കാര്യമായിട്ട് കഴിഞ്ഞ പരീക്ഷയ്ക്കും അത് ചോദ്യമായി വന്നിട്ടുണ്ട്. ബാക്കി ആ ട്രെൻഡുകളുമായി ബന്ധപ്പെട്ട് അവരുടെ രീതി എന്താണ് എന്നൊക്കെ ചോദിക്കാം, അതിൻ്റെ വക്താക്കളെ ചോദിക്കാം. ഈ 4 മൂവ്മെൻറ്റുകളിൽ തന്നെ അതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് കുറഞ്ഞിട്ടുള്ള, നമുക്ക് എളുപ്പത്തിൽ പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു യൂണിറ്റാണ് യൂണിറ്റ് 8 എന്ന് പറയുന്നത്. യൂണിറ്റ് 7 ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോഡേൺ ലിറ്ററേച്ചർ ആയതുകൊണ്ട് തന്നെ അറബ് സാഹിത്യം ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോൾ വളരെ വികാസം പ്രാപിച്ചതുകൊണ്ട് എല്ലാ ഫന്നുകളിലേക്കും അറബിക് സാഹിത്യം കടന്നു വന്നു. അതുകൊണ്ട് അത് കുറേ കൂടി നമുക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാക്കാനുണ്ട്. യൂണിറ്റ് 9 ഇൻഡോ അറബ് ലിറ്ററേച്ചറാണ്. അത് 3 പാർട്ടാണ്: പോയട്രി, പ്രോസ്, ബുക്സ്. ഇതിൽ പ്രോസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ഷാ വലിയുല്ലാഹ് ദഹ്ലവി, ഖനൂജി, അബ്ദുൽ ഹയ്യ്, അതേപോലെ മഅ്സൂമി, മൈമനി, നമ്മുടെ അലി ഹസൻ നദവി, ഇങ്ങനെയുള്ള ആളുകളൊക്കെ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് പ്രോസ് എന്ന് പറയുന്നത്. കവിതയിൽ ഖൈറാബാദി വരുന്നുണ്ട്, സഹാറും ഫരി, നാദിം നദവി, അൻവർ ഷാ കാശ്മീരി, ഉമർ ഖലി റഹിമുള്ള, അതേപോലെ ഫലുഫരി, ഇങ്ങനെയുള്ള ആളുകളാണ് പോയട്രിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്നത്. പോയട്രിയിൽ തന്നെ സഹാറും ഫരി, അൻവർ ഷാ കാശ്മീരിയും ഖൈറാബാദിയും ഒക്കെയാണ് കുറേ കൂടി ഇമ്പോർട്ടൻ്റ് ഉള്ള പാർട്ട് അല്ലെങ്കിൽ ആളുകൾ എന്ന് പറയുന്നത്. പിന്നീട് അടുത്തത് വരുന്നത് ബുക്സുകളാണ്. ഇന്ത്യയിൽ നിന്ന് അറബിയിൽ എഴുതപ്പെട്ട ബുക്സുകൾ. താജുൽ അറൂസ് ഉണ്ട്, സബീദിയുടെ സിബഹത്തുൽ മർജാൻ ഉണ്ട്, അബ്ജദുൽ ഉലൂം ഉണ്ട്, സഖാഫ ഇസ്ലാമിയ ഉണ്ട്, നുസത്തുൽ ഖവാത്തിർ ഉണ്ട്, അതേപോലെ മാദാ ഖസ്റുൽ ആലം മിൻ ഹിതാത്തുൽ മുസ്ലിമീൻ ഉണ്ട്, പിന്നീട് തുഹ്ഫത്തുൽ മുജാഹിദീൻ ഉണ്ട്, അലി താനവിയുടെ കശാഫ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു 9 കൃതികളാണ് യൂണിറ്റ് 9 ബുക്സുമായി ബന്ധപ്പെട്ട്. നേരത്തെ യൂണിറ്റ് 6 പറഞ്ഞ പോലെ ഇവിടെയും മുകളിൽ നമ്മൾ പ്രോസിലൊക്കെ വരുന്ന ആളുകളുടെ പുസ്തകങ്ങളുണ്ട്, അതിൽ പരാമർശിക്കപ്പെടാത്ത മഖ്ദൂം തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ഹിസ്റ്ററി കൂടി ഈ ഭാഗത്തുനിന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഏറ്റവും അവസാനമായിട്ട് യൂണിറ്റ് 10 ഈ അടുത്തായിട്ട് വളരെ കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു പാർട്ട് അല്ലെങ്കിൽ യൂണിറ്റ് 10 2 പാരഗ്രാഫുകൾ ചോദിക്കാറുണ്ട്. അങ്ങനെ തന്നെ 10 ചോദ്യങ്ങൾ വരും. നമ്മുടെ ഭാഷാ കപ്പാസിറ്റി അളക്കുക, ഇതാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂണിറ്റ് 10 എന്ന് പറയുന്നത് ട്രാൻസ്ലേഷനാണ്, മറ്റൊന്ന് നമ്മുടെ ലിംഗ്വിസ്റ്റിക് ആപ്ലിക്കേഷനാണ്, അതോടൊപ്പം ഈ അറബ് വേൾഡ് എന്ന് പറയും. ഈ 3 പാർട്ടുകളായിട്ടാണ് യൂണിറ്റ് 10 വരുന്നത്. ഇതിൽ ട്രാൻസ്ലേഷന് പൊളിറ്റിക്കലായിട്ടും എക്കണോമിക് ആയിട്ടുള്ള കുറേ ടേമുകളാണ്. അതിൽ തന്നെ ഈ പത്രങ്ങളിലൊക്കെ വരുന്ന പ്രയോഗങ്ങൾ, അങ്ങനെയുള്ള ഒരു പാർട്ട് വേറെയുണ്ട്. പിന്നീട് സിലകളുടെ ഉപയോഗം, നമ്മുടെ ഹസല, അല, റഗിബ, അൻ, ഇങ്ങനെയുള്ള ഒരു ഫീലുകളുടെ കൂടെ എങ്ങനെയൊക്കെയാണ് സിലകൾ ചേരുന്നത്, അല്ലാതെ സില മൗസുല ആ അർത്ഥത്തിലല്ല. ഇത്തരം ഹർഫുകൾ എങ്ങനെയാണ് ചേർക്കപ്പെടുന്നത് എന്ന ഭാഗം പഠിക്കാനുണ്ട്. നെഹ്വ് പഠിക്കാനുണ്ട്. ഇതൊക്കെയാണ് യൂണിറ്റ് 10 പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത്. നെഹ്വിൽ തന്നെ അദദ്, ഇസ്തിസ്ന, ഇത്തരം പാർട്ടുകളാണ് പലപ്പോഴും ചോദ്യമായിട്ട് വരാറുള്ളത്. അറബ് വേൾഡുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റം, അവിടുത്തെ നാഷണൽ ഡേ, ഇങ്ങനെ അവർ ആ രാജ്യത്തിൻ്റെ കുറേ കൂടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ജനറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അറബ് ലോകവുമായി ബന്ധപ്പെട്ട മൂവ്മെൻറ്റുകൾ, അത്തരം കാര്യങ്ങൾ ഈ യൂണിറ്റ് 10 നിന്ന് ചോദ്യമായിട്ട് വരാറുണ്ട്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഏറ്റവും ലാസ്റ്റത്തിന് തൊട്ട് മുമ്പുള്ളതിൽ കുറേ കൂടി അറബ് വേൾഡുമായി ബന്ധപ്പെട്ട് കുറേയേറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നെഹ്വും അത്തരം കാര്യങ്ങൾ, ട്രാൻസ്ലേഷനൊക്കെയാണ് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇത്തവണയും ഒരു 2-3 നെഹ്വിൻ്റെ ചോദ്യവും ഒരു 5 ട്രാൻസ്ലേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് 2 പാരഗ്രാഫിലൂടെ തന്നെ 10 ചോദ്യങ്ങൾ കവർ ചെയ്യും. പിന്നീട് അതല്ലാതെ ഒരു 5-8 ചോദ്യങ്ങൾ, 20-30 ഒക്കെ ഇടയിൽ ചോദ്യങ്ങൾ മൊത്തത്തിൽ ചോദിക്കപ്പെടുന്ന ഒരു യൂണിറ്റാണ് യൂണിറ്റ് 10. നമുക്ക് വിശദമായിട്ട് പഠിക്കാൻ, ഒരു സിലബസ് വെച്ച് പഠിക്കാൻ എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. നമ്മൾ നിരന്തരം അറബി വായിച്ചും ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്തും ആ രീതിയിലൊക്കെ നമ്മുടെ ഒരു ഭാഷാ ശേഷി കുറേ കൂടി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു വഴി. പിന്നീട് പാരഗ്രാഫുകളൊക്കെ വായിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അറബിക്ക് ആർട്ടിക്കിൾസും മറ്റൊക്കെ വായിച്ചിട്ട് പാരഗ്രാഫുകളുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അതിൽ നിന്ന് എങ്ങനെ ആൻസർ കണ്ടെത്താം, ആ ഒരു സ്കില്ലും നമ്മൾ അല്ലാതെ തന്നെ നേടിയെടുക്കേണ്ടതാണ്. നെഹ്വ് പോലെയുള്ളതും നമ്മൾ ഒരു പരീക്ഷയുടെ ഒറ്റ പ്രിപ്പറേഷനിൽ നേടിയെടുക്കാവുന്ന ഒരു സ്കില്ലല്ല. നമ്മൾ കുറേ കൂടി ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് നെഹ്വ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് യൂണിറ്റ് 10 നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ആകത്തുക പറയുന്ന സമയത്ത് കുറേ കൂടി നമ്മൾ ഡീപ്പായിട്ട് പഠിക്കേണ്ട യൂണിറ്റുകളുണ്ട്. വളരെ പെരിഫറലായിട്ട് ഉപരിപ്ലവമായിട്ട് മാത്രം പഠിച്ചാൽ തന്നെയും നമുക്ക് മാർക്ക്
സ്കോർ ചെയ്യാവുന്ന പാർട്ടുകളുണ്ട്. ഏറെക്കുറെ നമുക്ക് നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ട് ഈ സിലബസൊക്കെ നമ്മൾ കവർ ചെയ്താൽ ഒരു 85 എബോ നമുക്ക് പലപ്പോഴും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് പല നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുട്ടികളുടെയൊക്കെ എക്സാം റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നന്നായിട്ട് സിലബസ് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് ഏത് കോമ്പറ്റേറ്റീവ് എക്സാമും വിജയിക്കാവുന്ന പോലെ അറബിക്കിൻ്റെ നെറ്റ് എക്സാമും നമുക്ക് വളരെ നന്നായിട്ട് തന്നെ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും, നല്ല സ്കോർ നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് സിലബസ് ഇന്നതാണ് എന്നും പരീക്ഷയ്ക്ക് ഈ രീതിയിലൊക്കെയാണ് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് എന്നും ഓരോ യൂണിറ്റുകളിൽ നിന്നും ശരാശരി ഇത്രയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് എന്നും ആ യൂണിറ്റുകൾക്കകത്ത് തന്നെ ഇത്തരം സബ് ടൈറ്റിലുകളൊക്കെയാണ് കുറേ കൂടി പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് എന്നും ആദ്യമേ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കുകയാണ് എങ്കിൽ, ആ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ല റിസൾട്ട് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു അനുഭവം. കുട്ടികളുടെയൊക്കെ സ്കോറുകൾ വിശകലനം ചെയ്യുന്ന സമയത്തും നമുക്ക് അത് തന്നെയാണ് ബോധ്യമാകുന്നത്. ഓൾ ദി ബെസ്റ്റ്.